NDA യോഗം ചേർന്നു. ഇന്ത്യ മുന്നണിയുടെ യോഗം വൈകിട്ട് ചേർന്നു. തേജസ്വിയെ പോലെയുള്ള നേതാക്കളൊക്കെ ഇന്ത്യ മുന്നണി സർക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അതിനേക്കാൾ ശരിയായ വഴി ഒരു ശക്തമായ പ്രതിപക്ഷമായിരിക്കുക എന്നത് തന്നെയാണ്. അതെന്തും ആവട്ടെ, ഇവിടെ NDA ഭരണം എന്നത് ആ യോഗത്തിന് ശേഷം ധാരണയായി. നിലവിലെ സർക്കാർ രാജിവെച്ചു, വീണ്ടും മോദിയെ തന്നെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. അതിനനുസരിച്ച് സർക്കാർ രൂപീകരണ ധാരണകളിലേക്ക് ആ മുന്നണി പോകുന്നു. ഈ വിവരങ്ങളാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ആ വിവരങ്ങളിൽ നിന്നുള്ള എൻ്റെ ഒരു ചോദ്യം, നേരത്തെ ശ്രീ കൃഷ്ണദാസിനോട് ചോദിച്ചതുപോലെ, അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കാൻ BJP നിർബന്ധിതമായിരിക്കുന്നു. മറ്റവരുടെയൊക്കെ താല്പര്യങ്ങൾ കേട്ട്, അവരെയും പരിചരിച്ച്, അവരുടെയും നിലപാടുകളൊക്കെ കേട്ട് ഒരു സർക്കാർ രൂപീകരിക്കേണ്ട അവസ്ഥയിലേക്ക് BJP എത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ മോദി തന്നെയാണോ വീണ്ടും നേതാവാകേണ്ടത് ആ സർക്കാരിൻ്റെ, ആ മുന്നണിയുടെ എന്നൊരു രാഷ്ട്രീയ ചോദ്യമുണ്ടല്ലോ. അതിലെന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? ശ്രീ ശരത്, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കഴിഞ്ഞ രാജ്യത്ത് നടന്നിരുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും സാധാരണ ജനങ്ങളെയും മറന്നുകൊണ്ടിട്ടുള്ള ഒരു ഭരണമായിരുന്നു നടന്നിരുന്നത്. അതിന് ജനം നൽകിയ അടിയാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും കിട്ടിയിരിക്കുന്നത്. അത് രാജ്യത്തൊരു വളരെ നല്ല കാര്യമാണ്. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വം, അല്ലെങ്കിൽ പാർലമെന്ററി സൂപ്രമസി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായ പത്രസ്ഥാപനങ്ങൾ, ഇതിനെയൊക്കെ അടിച്ചമർത്തി ഒരു ഏകാധിപത്യ പ്രവണതയിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷം തീർത്തും, അതുപോലെ തന്നെ രാജ്യത്തെ മുഖ്യധാരയിൽ നിന്ന് ഒരു 200 ദശലക്ഷത്തിലധികം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി രണ്ടാന്തരം പൗരന്മാരാക്കി, രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ എല്ലാം, അത് ഭക്ഷണത്തിലായാലും ശരി, ഭാഷയിലായാലും ശരി, ആഹാരത്തിലായാലും ശരി, രാഷ്ട്രീയ കാഴ്ചപ്പാടിലായാലും എല്ലാം അടിച്ചമർത്തി ഞാൻ മാത്രം, എൻ്റെ പാർട്ടി, ഞാൻ മാത്രം ഈ രാജ്യത്തെ നേതാവ് എന്ന ശൈലിയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ജനം നൽകിയ ശക്തമായൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. രണ്ടാമത്, സാമ്പത്തിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഈ സർക്കാർ വെറും ഈ രാജ്യത്തെ ധനാഢ്യന്മാരെ ശതകോടീശ്വരന്മാരാക്കി മാറ്റുക എന്നല്ലാതെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ച്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടപടി സ്വീകരിക്കുകയോ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കോൺഗ്രസ് വക്താവ് രാജ്യമെമ്പാടുമുള്ള ഇന്ത്യയുടെ വക്താക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നേതാക്കൾ മുഴുവൻ എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ കഴിഞ്ഞ കൊല്ലത്തെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറയൂ, നിങ്ങളെ തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യൂ, നിങ്ങളിവിടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യൂ. ഇതൊന്നും പ്രശ്നം ചെയ്യാതെ സാധാരണ ജനങ്ങളുടെ പ്രശ്നം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒന്നുമല്ല. ഈ മതത്തിന്റെയും മറ്റും ജാതിയുടെയും വേർതിരിവ് നടത്തി അധികാരത്തിൽ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഏകാധിപത്യ പ്രവണതയോടുകൂടി മുന്നിട്ട് പോയപ്പോൾ ഈ രാജ്യത്തെ ശക്തരായ സാധാരണ ജനങ്ങൾ ശക്തമായൊരു സന്ദേശം നൽകിയതാണ് ഇന്ന് നാം ഈ നരേന്ദ്രമോദി 400 സീറ്റ് എന്ന് പറഞ്ഞത് വെറും NDA മുന്നണിയെ 300-ൽ താഴെ 292 സീറ്റിലേക്ക് ഒതുക്കിയത്. ഒന്നും വേണ്ട, 5 ലക്ഷത്തോളം വോട്ടിന് ജയിച്ച ശ്രീ നരേന്ദ്രമോദി വാരാണസി മണ്ഡലത്തിൽ പല സമയത്തും വോട്ടെണ്ണുമ്പോൾ പിന്നിലായിരുന്നു. വിശ്വസിക്കാൻ സാധിക്കുമോ? അവസാനം കഷ്ടി 1.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. സാധാരണക്കാരനിടയിൽ ഭാരത് ജോഡോ യാത്ര നടത്തി അവന്റെ കണ്ണീരും അവന്റെ വിഷമങ്ങളും മനസ്സിലാക്കിയ ശ്രീ രാഹുൽ ഗാന്ധിയെ 3 ചില്ലാൻ ലക്ഷം, ഓൾമോസ്റ്റ് 4 ലക്ഷം വോട്ടിനാണ്, UP-ലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ജനം ജയിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ ജനാധിപത്യവും. അപ്പോഴും കോൺഗ്രസിന് BJP-യെ ആ നിലയിൽ താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ, ഭരണം തന്നെ ഇല്ലാതാക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി പെർഫോം ചെയ്യുമ്പോൾ അതിൽ കോൺഗ്രസ് വേണ്ടതുണ്ട്. കോൺഗ്രസിന് നല്ലൊരു ഷെയർ ഉണ്ടാവേണ്ടത്. ആ ഷെയറിലേക്ക് കോൺഗ്രസും എത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് പോലും ഇല്ല. ശ്രീ ശരത്തെ, ഈ 90-80 എന്നുള്ളത് ഞാൻ കുറച്ചായിട്ടും കാണുന്നില്ല, വലുതാക്കിയും കാണുന്നില്ല. പക്ഷെ ശക്തമായി ഞാൻ ഇതിനകത്ത് പറയുന്നത്, ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശ്രീ ഖാർഗെയും മറ്റും നയിച്ച ഇന്ത്യ മുന്നണി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിൽ അവരുടെ വിഷമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും, അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വൻ ജനപിന്തുണ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ സന്ദേശം ഒന്നേ ഉള്ളൂ, അത് സംസ്ഥാനത്തെ ഇവിടെ കേരളത്തിൽ പ്രതിഫലിച്ച റിസൾട്ട് ആണെങ്കിലും ശരി, കേന്ദ്രത്തായാലും ശരി, സാധാരണ ജനങ്ങളെ മറന്ന് ധിക്കാരപൂർവമായ ഒരു ഭരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനം അതിനെ അനുവദിക്കില്ല. അത് ശക്തമായ ഒരു ജനാധിപത്യ സന്ദേശമാണ്. അഭിമാനം കൊള്ളണം നാം അതിനകത്ത്, ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കുറിച്ച്.